നാട്ടുകാരെ പറ്റിച്ചതല്ലേ, നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ അതിജീവിതയോടുള്ള ബഹുമാനം മുതലാക്കി പറ്റിച്ചതല്ലേ. എനിക്കിന്നും ആ അതിജീവിതയോട് പറയാനുള്ളത്, നിങ്ങളെ മനഃപൂർവ്വം വെച്ച് ദിലീപേട്ടനെ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നതാണോ? ഈ വിഷയം മുതലാക്കി താങ്കളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത, താങ്കളെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്ന, ഏറ്റവും പോസിറ്റീവ് റോള് തന്ന ശ്രീ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഐക്കോണിക് ആയ ഒരു സിനിമയുടെ പേര് പറയുന്നില്ല, ഇവരെ എല്ലാവർക്കും അറിയാം ഏതാണെന്ന്, പക്ഷേ പറയുന്നില്ല. എല്ലാ താരങ്ങളും ഒന്നിച്ചു വന്ന ആ സിനിമയിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളും കഥാപാത്രവും ഒക്കെ തന്ന 2020 ആണോ? താങ്കൾക്ക് പറയാം, ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ പറഞ്ഞ അതിന്റെ പേരിൽ നാളെ അതിജീവിതം ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് ആരെങ്കിലും ഓൾറെഡി ഓൾറെഡി എയറിലാണ്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടോ യെസ് ഇനി ഇതൊരു അവസരമാണ്, അവൻ അതിജീവിതം ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹമാണ് പറഞ്ഞത്. എനിക്ക് ഞാൻ അങ്ങനെ സിനിമയുണ്ടോ എനിക്ക് അല്ല, അങ്ങനെ ഒരു സിനിമയുണ്ടോ എനിക്കറിയില്ല, എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു സിനിമയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ സിനിമയിലടക്കം ഏറ്റവും മികച്ച റോള് തന്ന, എന്നും അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നൊരു വ്യക്തിയാണ് ഇവർ രണ്ടുപേരും. ദൗർഭാഗ്യവശാൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി, അല്ലെങ്കിൽ ഫൈറ്റായി, പരസ്പരം യോജിപ്പില്ലാത്ത കാര്യങ്ങളായി. ശ്രീ ദിലീപേട്ടൻ ശ്രീമതി മഞ്ജു വാര്യരുമായിട്ട് സ്പ്ലിറ്റപ്പായി, കാവ്യാമാധവനെ കല്യാണം കഴിച്ചു, വേറൊരു ലൈഫായി. എല്ലാവരുടെയും ലൈഫിൽ ഒരു റീസ്റ്റാർട്ട് ആവശ്യമാണ്, ഒരു കാര്യം നമുക്കല്ല, വി ഓൾ ഡിസർവ് എ ന്യൂ സ്റ്റാർട്ട്. ഒരു ന്യൂ സ്റ്റാർട്ടിന് വേണ്ടി ഈ വിധിന്യായം വരുമ്പോഴെങ്കിലും എല്ലാവർക്കും പോകാൻ കഴിയട്ടെ. ശ്രീ ദിലീപേട്ടൻ അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹം അങ്ങനെ അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരുമ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം മാപ്പൊന്നും പറയണ്ട, ദിലീപേട്ട ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറയാൻ. ഞാനൊരു മാധ്യമക്കാരനാണ്.